സിദ്ദിഖിന്റെ കാര്യത്തിൽ രഞ്ജിത്തിനെ അപേക്ഷിച്ച് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കൂടുതൽ ഗുരുതരമായ ഒരു കേസാണ്. അതൊരു പോക്സോ പരിധിയിലോ അല്ലെങ്കിൽ ആ തരത്തിൽ പെടും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. കാരണം ആ നടി തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം +2 കഴിഞ്ഞു നിന്ന സമയത്താണ്. അന്ന് ആ നടിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു സംശയമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ആ കേസ് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ത് സമീപനം ഈ രഞ്ജിത്തിന്റെ കാര്യത്തിൽ ഒളിച്ചു കളിച്ചതുപോലെ സർക്കാരിന് ഈ സിദ്ദിഖിന്റെ വിഷയത്തിൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും നടി ഇന്നലെ ഗുരുതരമായ ആരോപണം തന്നെ മുറിയിൽ പൂട്ടിയിട്ടു അതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഒപ്പം +2 കഴിഞ്ഞ സമയത്താണ് ഇത്തരത്തിൽ ഇദ്ദേഹം ഇത്തരത്തിൽ ചൂഷണം ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങൾ യുവനടി പറയുമ്പോൾ അത് പോലീസും അതോടൊപ്പം തന്നെ സർക്കാരും ഏറ്റവും ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. അത് ഇനി എങ്ങനെയാണ് സർക്കാരിൻ്റെ സമീപനം എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഈ രഞ്ജിത്തിൻ്റെ വിഷയത്തിൽ എടുത്ത നിലപാട് പോലെ മയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു നിലപാടായിരിക്കുമോ സിദ്ദിഖിൻ്റെ കാര്യത്തിൽ എന്നുള്ളതാണ് ഏറെ അറിയേണ്ടത്. ഇനി ഏതായാലും പുറത്തു വരേണ്ടത് സജി ചെറിയാൻ്റെ അടക്കമുള്ള പ്രതികരണമാണ്. മന്ത്രിയുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ ഇനി ഏതായാലും പുറത്തു വരണം. ഒറ്റ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, രഞ്ജിത്തിൻ്റെ കാര്യത്തിലെ പോലെ ഈ സിദ്ദിഖിൻ്റെ ഈ വിഷയത്തിൽ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്